കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ. കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം നീ വന്നാട്ടെ. കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ. കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ. നിന്നെ കാണാൻ കൊതിയുണ്ടേ കുഞ്ഞിക്കരളിൽ മലയോളം. നിന്നെ കാണാൻ കൊതിയുണ്ട് കുഞ്ഞിക്കരളിൽ മലയോളം. എന്താ കുട്ടി പറഞ്ഞെന്നറിയോ? കുട്ടി പറയാണ്, ഈ കാറ്റില് നമ്മളിപ്പോ ഇരിക്കുമ്പോ തന്നെ കാറ്റ് കാണുന്നില്ലേ, ഇലയിലൊക്കെ ചലിക്കുന്ന കാണുന്നില്ലേ? അപ്പൊ ഇത് കണ്ടോണ്ടൊരു കുട്ടി പറയാണ് ഈ കാറ്റിനെ ഒന്ന് കാണണമെന്ന് അല്ലേ. അപ്പൊ കാറ്റ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താ പറയുന്നത്? കുഞ്ഞേ അക്കൊതി നന്നല്ല. എന്താണ്? കുഞ്ഞേ അക്കൊതി നന്നല്ല, എന്നെ കാണാൻ പറ്റില്ല, എന്നെ കാണാൻ പറ്റില്ല. അതിന് കാറ്റൊരു തെളിവ് പറഞ്ഞു കൊടുക്കുക. നമ്മെ പോറ്റി വളർത്തുന്ന, എന്താണ്? നമ്മെ പോറ്റി വളർത്തുന്ന റബ്ബാണുത്തമ ദൃഷ്ടാന്തം. റബ്ബാണുത്തമ ദൃഷ്ടാന്തം. അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. കാരണം അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെ കുറിച്ച് മനസ്സിലാക്കണം? അതിനകത്ത് കുറെ പാട്ടുകൾ വേറെയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്. എന്താണ്ട് നോക്കൂ നോക്കൂ ആകാശം, നമ്മുടെ മേലെ ആകാശം, ചൂടും വെയിലും നൽകും സൂര്യൻ, ചില നേരത്ത് തീഗോളം, അമ്പിളി കണ്ടോ ചിരിതൂകി, അമ്പരമാകെ നിറമേകി, ലങ്കിമിനുങ്ങും താരങ്ങൾ, പുഞ്ചിരി അഞ്ചുന്ന ആകാശം. കുട്ടികളെ നാം ചിന്തിക്കൂ, ഇവയുടെ പിന്നിൽ ആരാണ്? നമ്മുടെ നാഥൻ അല്ലാഹു. ചുറ്റും നോക്കൂ കുട്ടികളെ, കണ്ടില്ലേ പൂമ്പാറ്റകളെ, മരവും ചെടിയും പൂവുകളും, മലയും പുഴയും തോടുകളും, അമ്പിളി സൂര്യൻ ഗോളങ്ങൾ, ആയിരം ആയിരം താരങ്ങൾ, ഒക്കെ പടച്ചവൻ ആരാണ്? ഒക്കെ പടച്ചവൻ പാരിതിലെങ്ങും വെട്ടം നൽകി ശോഭ വരുത്തിയത് അല്ലാഹു. പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അല്ലാഹു. ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് അല്ലാഹു. ഓർക്കുക, ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയത് അല്ലാഹു. വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്തം നൽകിയത് അല്ലാഹു. രാവും പകലും നൽകി ജീവിത കൂട് വിതച്ചതും. അയൽവാസികളെ കണ്ടില്ലേ, അവരെ ദ്രോഹം ചെയ്യല്ലേ. ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ. വേണ്ട സഹായം ചെയ്യണം, ചെയ്താൽ ഗുണമാണ് അറിയണം. ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം. എല്ലാം കാണും റബ്ബല്ലേ, നമുക്ക് വേണ്ടത് തന്നില്ലേ. അവനുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ. നമ്മൾ ഈ വീടെന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഏത്? അള്ളാഹുവിനെ എപ്പോ കാണാൻ പറ്റുമെന്ന് ആ വീട്ടിനകത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അപ്പൊ വീടെന്ന് പാടി നോക്കെ. വീട് നല്ല വീട്, എന്റെ സ്വന്തം വീട്, ഉപ്പയുള്ള വീട്, ഉമ്മയുള്ള വീട്, സ്നേഹമുള്ള വീട്, നന്മയുള്ള വീട്, റബ്ബ് തന്ന വീട്, എന്റെ സ്വന്തം വീട്. ആ പാട്ടിന്റെ താഴെ വേറൊരു പാട്ട് കിടക്കുന്നില്ലയോ? ഇനി നമുക്കൊരു ശാശ്വതമായ വീടുണ്ട്. ഏതാ? എന്നെന്നും നിലനിൽക്കുന്നൊരു വീടുണ്ട്. അതാണ് പരലോക വീട് അല്ലെ, സ്വർഗത്തിൽ. അല്ലേ? ആ പാട്ടിനെ ഒന്ന് പാടി നോക്കെ. പരലോകത്തൊരു വീടുണ്ട്, സ്വർഗമതെന്ന വീടുണ്ട്, പാലാറവിടെ ഒഴുകുന്നു, തേനാറവിടെ ഒഴുകുന്നു, മധുരഫലങ്ങൾ വിളയുന്നു, റബ്ബിനെ നേരിൽ കാണുന്നു, ആശകളെല്ലാം വീടുന്നു, എന്നുടെ ലക്ഷ്യമതേ സ്വർഗം. നമുക്ക് ആദ്യത്തെ പാട്ടിന്റെ മറുപടി ഇതിനകത്ത് നിന്ന് കിട്ടി അല്ലേ? ആ കാറ്റ് പറഞ്ഞില്ല? പറഞ്ഞത് കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ, നിന്നെ കാണാൻ കൊതിയുണ്ട് കുഞ്ഞിക്കരളിൽ മലയോളം. അപ്പൊ കാറ്റ് മറുപടി പറഞ്ഞില്ല? കുഞ്ഞേ അക്കൊതി നന്നല്ല, എന്നെ കാണാൻ പറ്റില്ല, നമ്മെ പോറ്റി വളർത്തുന്ന റബ്ബാണ് ഉത്തമ ദൃഷ്ടാന്തം. അപ്പൊ ആ റബ്ബിനെ എവിടെ വെച്ച് കാണാം? നമ്മൾ ഈ പാട്ടിൽ പഠിച്ചത് പരലോകത്ത് വെച്ച്, സ്വർഗത്തിൽ വെച്ച് കാണാൻ പറ്റത്തുള്ളൂ. ആരെ? പക്ഷെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൂര്യൻ ഉദിപ്പിക്കുന്ന ആരാണ്? അള്ളാഹു. രാത്രി വരുത്തുന്ന ആരാണ്? സസ്യങ്ങൾ മുളപ്പിക്കുന്ന ആരാണ്? ഇതൊന്നും ഒരു മനുഷ്യ ദൈവത്തിനെ കൊണ്ട് കഴിയുമോ? മനുഷ്യന്മാരെ കൊണ്ട് കഴിയുമോ? ഇല്ല. ഇതിന്റെ പിന്നിൽ എല്ലാം ആരുടെ ശക്തിയാണ്? അള്ളാഹുവിന്റെ അപാരമായ ശക്തി അല്ലേ?
അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് 41 സിഫത്തുകളുണ്ട്. എത്ര സിഫത്തുണ്ട്? 20 വാജിബുണ്ട്, 20 മുസ്തഹീലുണ്ട്, 1 ജായിസും ഉണ്ട് അല്ലേ? അവിടെ വാജിബായ സിഫത്തൊക്കെ നമുക്ക് പാട്ടിലൂടെ പഠിക്കണം. അള്ളാഹുവിന് വാജിബായ സിഫത്ത് 20, എൻ പൊന്നുമക്കളെ പഠിക്കൽ വാജിബാണത്. 1 വുജൂദാണ് ഖിദം, പിന്നെ ബഖാ, 3 റബ്ബിനെന്നും ചെയ്യ് സനാ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പഠിക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചാർട്ടുകൾ ഞാൻ കൊണ്ടുത്തരാം. നമുക്ക് ഇവിടെ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ പഠിക്കണം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ പാടണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ.